ഇ.പി. ജയരാജൻ, പി. ജയരാജൻ പോരിനിടെ സിപിഎമ്മിന്റെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. തനിക്കെതിരെ നടന്നത് വൻ ഗൂഢാലോചനയാണെന്ന പരാതി ഇ.പി. ജയരാജൻ യോഗത്തിൽ ഉന്നയിക്കും. പി. ജയരാജനെതിരെയും ആരോപണമുണ്ടാകും. പി. ജയരാജന്റെ പരാതിയിൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിലും സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, നിർണായക യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. പൊളിറ്റ് ബ്യൂറോ യോഗം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ പി. ജയരാജൻ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു തുടങ്ങിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ട് എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്പരം പോരടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഇരു ജയരാജന്മാരും മാത്രമല്ല ഈ വിഷയത്തിന് പിന്നിൽ മറ്റു ചിലരുടെ ഇടപെടൽ കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇ.പി. ജയരാജൻ കുറച്ച് കാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി വിജയനൊപ്പം അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു, അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. പാർട്ടി സംഘടനാ സംവിധാനത്തിൽ കോടിയേരിയുടെ വിയോഗശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് ഇ.പിയുടെ പേരാണ്. പക്ഷേ ഇ.പി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നില്ല. പിന്നീട് അദ്ദേഹം LDF കൺവീനർ ആയെങ്കിൽ കൂടിയും പാർട്ടി നേതൃത്വവുമായി പലപ്പോഴും ഉണ്ടാകുന്ന അലോസരങ്ങൾ, അദ്ദേഹം സജീവ രാഷ്ട്രീയം നിർത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഒരു ഘട്ടത്തിലും ഇ.പി. ജയരാജൻ നിഷേധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പാർട്ടിയിൽ ദുർബലനാകുന്ന ഇ.പിയെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് എടുത്തു കളയുക, ഇല്ലാതാക്കുക എന്നൊരു നീക്കം ഇപ്പോൾ ഉയർന്നു വന്ന പരാതിക്ക് പിന്നിൽ ഉണ്ട് എന്നാണ് ഇ.പിക്കൊപ്പമുള്ളവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു കാര്യമായി മാറുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ദീർഘനാളായി വരുന്നില്ല, ചികിത്സയിലാണെന്ന് അദ്ദേഹം പറയുന്നെങ്കിലും ഈ പാർട്ടിയുമായുള്ള തർക്കം തന്നെയാണ്, പാർട്ടി നേതൃത്വവുമായുള്ള തർക്കം തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഉറപ്പായും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. തനിക്കെതിരെ നടന്നൊരു ഗൂഢാലോചന എന്ന വികാരമാണ് ഇ.പിക്കുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. 2019 ഇതേ വിഷയം, ഈ വിവാദ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യം അന്ന് കണ്ണൂർ ജില്ലാ പാർട്ടി ഘടകം ചർച്ച ചെയ്യുകയും അത് പറഞ്ഞവസാനിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. ഇപ്പോൾ പി. ജയരാജൻ വീണ്ടും ഈ പരാതി ഉയർത്തിയതിന് പിന്നിൽ അദ്ദേഹം മാത്രമല്ല എന്ന ഗുരുതരമായ ആരോപണം ഇ.പിയുടെ കൂടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അത് അവർ രഹസ്യമായെങ്കിലും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ സംശയത്തിന്റെ മുന നീളുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ പി. ജയരാജന് എണ്ണ പകരുന്നു എന്ന ആരോപണമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഈ വിവാദമുണ്ടായ ശേഷം കാര്യമായ പ്രതികരണത്തിലേക്ക് പോയിരുന്നില്ല. പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ലോബിയിൽ, അല്ലെങ്കിൽ നേരത്തെ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ഘടകമുണ്ട്, അവർ അതിശക്തരാണ്. അവിടെ ഒരു വിള്ളലുണ്ടാകുന്നു. ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ, ഇ.പിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിനും ആളുകളുണ്ട്. കുറച്ചുകാലം പിന്നോട്ട് പോയാൽ ദേശാഭിമാനി ഫണ്ട് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇ.പിക്ക് അന്ന് അകമഴിഞ്ഞ പിന്തുണ നൽകിയ, അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയ അന്നത്തെ ഔദ്യോഗിക പക്ഷം, അതിൽ പ്രധാനിയായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം ഇപ്പോൾ എങ്ങനെ ഇ.പി അനഭിമതനാകുന്നു, അന്ന് പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ പ്രയത്നിച്ച, അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷം പറയുന്നത് മുഴുവൻ കേട്ട ഇ.പി ഇന്ന് അന്നത്തെ ഔദ്യോഗിക പക്ഷ നേതാക്കൾ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇ.പി അനഭിമതനാകുന്നു, ഇ.പി മാറ്റി നിർത്തപ്പെടുന്നു, ഇ.പിയെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് എടുത്തു കളയാനുള്ള നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം, ആരോപണം അത് ഇ.പിക്ക് ഒപ്പമുള്ളവർ ഉന്നയിക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനോദ, അങ്ങനെയൊക്കെ ആളുകളെ പറഞ്ഞ് ഉള്ള ഒരു ആരോപണം അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഇ.പി. ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഇന്നലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പോലും ഒരക്ഷരം പോലും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഇന്ന് ആ യോഗത്തിലായിരിക്കും ഉന്നയിക്കുക. അത് വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരാരോപണം ഉന്നയിക്കുമോ എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, പി. ജയരാജനോട് ഇക്കാര്യങ്ങൾ എഴുതി നൽകണം എന്നൊരാവശ്യമായിരുന്നു സെക്രട്ടറി കൊടുത്തത്. ഇത് എഴുതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് PB ഇക്കാര്യം ചർച്ച ചെയ്യാതിരുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന തുടർ നിലപാടുകൾ എന്താണ്? ഇ.പിക്കെതിരെ പി. ജയരാജനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഇ.പിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകുമോ?
രേണുക, പ്രധാനപ്പെട്ട കാര്യം തെറ്റുതിരുത്തൽ രേഖ കീഴ്ഘടകങ്ങളിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ബ്രാഞ്ച് തലം മുതൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മുതിർന്ന നേതാക്കൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ വ്യക്തത വരുത്താതെ പാർട്ടി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അണികൾക്കിടയിൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ 2019 പറഞ്ഞ് ജില്ലാ ഘടകം അവസാനിപ്പിച്ചൊരു കാര്യം അന്വേഷിക്കേണ്ട, അങ്ങനെ ഒരു ഗുരുതരമായ കുഴപ്പം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ വീണ്ടും പരാതിയായി ഉന്നയിക്കുമ്പോൾ അത് പി ജയരാജന്റെ മാത്രം താല്പര്യമല്ല, ഇപിയെ പൂർണ്ണമായും പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ദുർബലാവസ്ഥയിൽ കൂടുതൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി അദ്ദേഹത്തെ മാറ്റി നിർത്തുക. ഏറ്റവും മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരാതി വിജിലൻസിന് വന്നിരുന്നു. അതായത് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ നിർമ്മാണത്തിനുള്ള അനുമതികൾ വാങ്ങുന്നതിൽ കൃത്രിമമുണ്ട്, അതിൽ വഴിവിട്ട നീക്കങ്ങൾ നടന്നിരുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഇപ്പോൾ സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി ഇത്തരത്തിലുള്ള ഈ സ്വഭാവത്തിലുള്ള പരാതികളാണെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുകയോ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യാം. നേരത്തെ ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു കാലതാമസവും ഉണ്ടാകാതെ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നിയമോപദേശം തേടുകയും സർക്കാരിനോട് അനുമതി തേടുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഇപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നത് വസ്തുതാപരമാണ്. അത് അങ്ങനെ തന്നെ കാണേണ്ടിയും ഇരിക്കുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപി പല ഘട്ടങ്ങളിൽ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ട നേതാവാണ്. അദ്ദേഹം എങ്ങനെ അനഭിമതനാകുന്നു? അവിടെയാണ് രേണുക പറഞ്ഞതുപോലെ നേരത്തെ ഇപി എത്തുമെന്ന് കരുതിയ ചില സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി രംഗത്ത് പിണറായിക്കൊപ്പം തന്നെ ഇപിയും ഉണ്ടാകുമെന്ന് കരുതിയവർ ഏറെയാണ്. പക്ഷെ അദ്ദേഹം അവിടേക്ക് വരുന്നില്ല, പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നില്ല. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം ഇപി മാറ്റി നിർത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നു വന്ന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ഇപിക്കൊപ്പമുള്ളവരുടെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപിക്കെതിരെയുള്ള പരാതി അന്വേഷിക്കുമോ, അതിന് അന്വേഷണ കമ്മീഷൻ വെക്കുമോ? ഈ പി ജയരാജനെതിരെ മറ്റ് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, കൊട്ടേഷൻ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശരി വിനോദ്, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അമ്മ അന്തരിച്ച ഹീരാബെന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മരണവിവരം അറിഞ്ഞ് അവിടെ എത്തിയിരുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെയും തന്നെ ഹീരാബെന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. प्रधानमंत्री की 100 साल की माताजी ने आगे बढ़कर खुद वैक्सीन लगवाई और पूरे देश को एक उदाहरण प्रस्तुत किया। और उसके बाद जब हम बात करते हैं हाल के विधानसभा चुनावों की, तो हाल ही में विधानसभा चुनाव संपन्न हुए हैं गुजरात में, और हमने देखा कि प्रधानमंत्री की माताजी खुद पोलिंग बूथ पर पहुंची थीं, वहां पर जाकर उन्होंने वोटिंग की थी। लोकतंत्र के इस महापर्व में, जो महापर्व उस वक्त चुनावों का चल रहा था, उसमें उन्होंने हिस्सा लिया। या हम बात करें नोटबंदी की, उस वक्त के भी कुछ दृश्य सामने आए थे कि किस तरह से लाइन लगी हुई थी नोटों को बदलने की, और प्रधानमंत्री की माताजी भी उसमें सम्मिलित हुई थी। अनिल बंसल जी हमारे साथ बने हुए हैं और इस वक्त ये सीधे दृश्य हम आपको दिखा रहे हैं। हिंदू रीति रिवाज के अनुसार पार्थिव शरीर के अंतिम संस्कार की जो रस्म है वो वहां पर निभाई जा रही है। प्रधानमंत्री वहां पर मौजूद हैं, परिवार के अन्य सदस्य वहां पर मौजूद हैं। अनिल बंसल जी, सवाल ये है कि प्रधानमंत्री पद पर प्रधानमंत्री नरेंद्र मोदी हैं, और ऐसे पद पर अगर परिवार के सदस्यों को कई तरह की सहूलियतें मिलती हैं, परिवार के सदस्य जो एक सामान्य परिवेश होता है उसमें कम ही देखने को मिलते हैं, लेकिन हम घर जाने का मुझे अवसर मिला 2016 में उनके प्रधानमंत्री बनने के बाद। वो खुद गांधीनगर से हमें अपने साथ ले गए और मैं हैरान था, उनके घर पर न कोई कुक था, न कोई गार्ड था, न कोई नौकर था, और सोमभाई की पत्नी ने खुद पकौड़ी बनाई
चाय बनाई और मैं और एक मेरे मित्र थे, हम दोनों को उन्होंने गांधीनगर से साथ ले गए। हम सोचते थे इनके साथ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ മോദിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. അഹമ്മദാബാദിലെ UN മേത്ത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഹീരാബെന്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. മരണവാർത്തയറിഞ്ഞ് പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ എത്തി, ഗുജറാത്തിലെ വസതിയിലെത്തി, ഗാന്ധിനഗറിലെ വസതിയിലെത്തി അനുശോചനം അറിയിച്ചു. അന്തിമ ചടങ്ങുകൾക്കായി മൃതദേഹവും വഹിച്ച് പ്രധാനമന്ത്രി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ചയോടെയാണ് ഹീരാബെൻ മോദിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 3 മണിയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത്. പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ തന്നെ അമ്മയുടെ മരണവിവരം പങ്കുവച്ചിരുന്നു. മഹത്തായ ഒരു നൂറ്റാണ്ട് ഇനി ദൈവത്തിൻ്റെ പാദങ്ങളിൽ കുടികൊള്ളും എന്നാണ് അമ്മയുടെ ഫോട്ടോ ഉൾപ്പെടെ നൽകിയ ട്വീറ്റിൽ പ്രധാനമന്ത്രി കുറിച്ചത്. അഹമ്മദാബാദിലെ UN മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്ററിൽ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഹീരാബെന്നിൻ്റെ അന്ത്യം സംഭവിച്ചത്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി KP അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി അവിടെ എത്തി. അതിനുശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് അവിടെ വിവരങ്ങൾ? രേണുക, അമ്മയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തന്നെ അക്കാര്യം കൃത്യമായി തന്നെ ആശുപത്രി അധികൃതർ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും തന്നെ മാറ്റം വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ അമ്മയ്ക്ക് നൽകുന്ന ആദരം തന്നെയാണ് ഈ പ്രവൃത്തി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം നരേന്ദ്രമോദി തന്നെ ഈ പ്രധാനമന്ത്രി എന്ന നിലയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പ്രധാനമന്ത്രിയുടേത്. രാജ്യത്തിന് വേണ്ടി ഓരോ മണിക്കൂറും ചെലവഴിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വിദേശ സന്ദർശനം നടത്തുമ്പോൾ വിമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അടക്കം ഫയലുകളും മറ്റുമൊക്കെ പരിശോധിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് പ്രധാനമന്ത്രി. ആ നിലയിലേക്ക് തന്നെ പരുവപ്പെടുത്തിയെടുക്കിയത് അമ്മയാണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് രാജ്യത്തിന് വേണ്ടി തനിക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അമ്മയാണ്. ആ അമ്മയെയാണ് താൻ മാതൃകയാക്കിയിട്ടുള്ളത്. ചെറുപ്പകാലത്ത് ദാരിദ്ര്യം ഉൾപ്പെടെ നിറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു സാമൂഹിക സാഹചര്യം ആയിരുന്നു അത്. അവിടെ നിന്ന് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണം എന്ന ദൃഢനിശ്ചയത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത് തന്നെ അമ്മയുടെ ചെറുപ്പകാലത്തെ ബുദ്ധിമുട്ടുകളും യാതനകളും എല്ലാം മനസ്സിലാക്കിയാണ്. അയൽ വീട്ടുകളിൽ ജോലിക്ക് പോയി അടക്കം ആണ് നരേന്ദ്രമോദിയുടെ കുടുംബത്തെ അമ്മ പുലർത്തിയിരുന്നത്. അതിനുശേഷം നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരനായി വളർന്നു വന്നപ്പോഴും RSS BJPയിലെല്ലാം സജീവമാകുമ്പോഴുമെല്ലാം ഇത്തരത്തിൽ, അതായത് ഒരു സേവന സന്നദ്ധതയോടുകൂടി വേണം ജീവിക്കാൻ എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ മരണസമയത്തും നരേന്ദ്രമോദി എന്ന മകൻ അത് തന്നെയാണ് നിർവഹിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന നിലയിൽ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ അവസരങ്ങൾ ഒന്നും തന്നെ പ്രധാനമന്ത്രിയുടെ അമ്മ വിനിയോഗിച്ചിരുന്നില്ല. ഔദ്യോഗിക വസതിയിലേക്ക് പോലും പോകാൻ തയ്യാറായിരുന്നില്ല. അവരുടെ കുടുംബ വീട്ടിൽ ഉൾപ്പെടെ സഹോദരങ്ങളോടൊപ്പം ഒക്കെയാണ് അവസാന നാളുകൾ അടക്കം നരേന്ദ്രമോദിയുടെ അമ്മ ചെലവഴിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ മാറ്റിവെക്കാതെ, ഒഫീഷ്യലായ ചടങ്ങുകൾ ഒന്നും തന്നെ മാറ്റിവെക്കാതെയാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് വേഗത്തിൽ പൂർത്തിയാക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ സൂചനകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ഈ മരണവാർത്ത ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ച ഉടൻ തന്നെ അഹമ്മദാബാദിലേക്ക് പ്രധാനമന്ത്രി പുറപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അടക്കം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. പുലർച്ചെ 3 മണിക്കാണ് ഹീരാബെൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന്
അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് ഗാന്ധിനഗറിലെ വസതിയിലെത്തി. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം എത്തിച്ചിരിക്കുന്നു. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അഭിലാഷ്, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാകുന്നത്. സംസ്കാര ചടങ്ങുകൾ വളരെ പെട്ടെന്ന് തന്നെ നടത്താനുള്ള തീരുമാനത്തിൻ്റെ കാരണങ്ങൾ അഭിലാഷ് വിശദീകരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിക്ക് എനിക്ക് തോന്നുന്നു ബംഗാൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരുന്നു ഇന്ന് ഔദ്യോഗിക പരിപാടികളുള്ളത്. അദ്ദേഹം നേരിട്ട് തന്നെ പങ്കെടുക്കാനാണോ ശ്രമിക്കുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ടോ? രേണുക, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരിപാടികൾ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ പങ്കെടുക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കാരണം സാധാരണ നിലയിൽ പ്രധാനമന്ത്രിയുടെ ചടങ്ങുകൾ മാറ്റിവെക്കുന്നുവെങ്കിൽ, അതായത് ഔദ്യോഗികമായ ചടങ്ങുകൾ മാറ്റിവെക്കുന്നുവെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കാറുണ്ട്. എന്നാൽ ഇതുവരെയും അത് അറിയിച്ചിട്ടില്ല. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളുകൾ മാറ്റിവെച്ചതായി അറിയിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ അമ്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ട്വിറ്ററിലൂടെ ആയിരുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മഹത്തായ ഒരു നൂറ്റാണ്ടിന്റെ ജീവിതം ഈശ്വരപാദങ്ങളിലേക്ക് യാത്രയായി എന്നായിരുന്നു പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. അതോടൊപ്പം തന്നെ ത്യാഗഭരിതമായ ഒരു ജീവിതത്തെ ആണ് പ്രധാനമന്ത്രി ഓർത്തെടുത്തത് എന്നതും എടുത്തു പറയേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ അടക്കം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു ആത്മബന്ധം കൂടി പുലർത്തിയത് അമ്മയുമായാണ്. പലപ്പോഴും ഈ പ്രധാനമന്ത്രി ആയതിനു ശേഷം അടക്കം നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഒരു ഔദ്യോഗിക പദവികളിൽ നിന്ന് വ്യത്യസ്തനായി കണ്ടിട്ടുള്ളത് അമ്മയ്ക്ക് മുന്നിൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. സാധാരണ നിലയിൽ മറ്റ് എപ്പോഴൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലോ ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിലോ നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച അമ്മയ്ക്ക് മുന്നിൽ നിന്ന് ആണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അത്രയും ആദരവും ബഹുമാനവും ഒക്കെ നൽകുന്ന ശീലം പ്രധാനമന്ത്രിക്കുണ്ട്. ഒരു ഭാരതീയ സംസ്കാരത്തിൽ അമ്മയ്ക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണോ അത് പലപ്പോഴായി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പകാലങ്ങളിൽ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന കുടുംബമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. അവിടെ നിന്നാണ് പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായും ഒക്കെ അദ്ദേഹം വളർന്നു വന്നത്. പല ഇന്റർവ്യൂകളിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള രചനകളിലും ഒക്കെ അമ്മ ഹീരാബെന്നിനെ കുറിച്ച് വാചാലനാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മഹസാനയിലെ വിദ്നഗറിൽ ആയിരുന്നു ഹീരാബെന്നിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ ഹീരാബെന്നിന് അമ്മയെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ, അതായത് പുരാതന ഇന്ത്യയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ, സാമൂഹിക സാഹചര്യം എന്നത് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് അന്ന് സ്കൂളിൽ പോകാനോ അക്ഷരാഭ്യാസത്തിൽ നേടാനോ ഒന്നും സാധിച്ചിരുന്നില്ല. വായിക്കാനും പഠിക്കാനും ഒന്നുമുള്ള അവസരം ഹീരാബെന്നിന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ പട്ടിണിയും ഇല്ലായ്മകളും നിറഞ്ഞ ഒരു ബാല്യകാലത്തിലൂടെയാണ് ഹീര വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മക്കളെ വളർത്തുന്നതിലും അവരെ പരിപാലിക്കുന്നതിലുമൊക്കെ ഹീര വലിയ ആർജവം കാണിച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ളത്. തനിക്ക് ഉണ്ടായ ദുരവസ്ഥ മക്കൾക്ക് ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് മക്കളെ വളർത്തിയത്. അതും അയൽവീടുകളിൽ പാത്രം കഴുകി സത്യയിൽ തോന്നിയിട്ടുമൊക്കെയാണ് ഉപജീവനം നടത്തിയത് എന്ന് പ്രധാനമന്ത്രി തന്നെ ത്യാഗനിർഭരമായ ഒരു ജീവിതമായിരുന്നു എന്നത് പ്രധാനമന്ത്രി ആ നിലയ്ക്ക് ഓർത്തെടുക്കുക കൂടി ചെയ്യുന്നു. അഭിലാഷ്, നമ്മളിപ്പോൾ കാണുന്നത് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി ഉൾപ്പെടെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഉള്ളത്. 6 മക്കളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. ഗുജറാത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ ഒന്നും തന്നെ നമ്മൾ അവിടെ അങ്ങനെ കാണുന്നില്ല. ഒരു തിരക്കും ഇല്ല. ആ നിലയ്ക്ക് തന്നെയാണോ കാര്യങ്ങൾ? വളരെ പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട ബന്ധുക്കൾ മാത്രം ആണോ സംസ്കാര ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്?
ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മക്കൾ ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഈ ആരോഗ്യനില മോശമാകുന്നതിന് മുമ്പ് തന്നെ ജീവിച്ചിരുന്ന സമയത്ത് നിരവധി ആളുകൾ, അതായത് പ്രധാനമന്ത്രിയുടെ ബന്ധുക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഹീരാബെന്നിന് അടുത്ത് എത്തുകയും അമ്മയെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്ന ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ ചടങ്ങുകൾ. ഈ മരണശേഷം വലിയ തോതിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുക എന്നതല്ല എന്ന നിലയിലുള്ള ഒരു സന്ദേശം കൂടിയായി ഇത് മാറുന്നുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ അമ്മയുടെ മരണം എന്ന നിലയിൽ തന്നെ ശരി, ശബ്ദത്തിൽ തടസ്സം ഉണ്ട്. ഞാൻ അഭിലാഷിലേക്ക് തിരിച്ചെത്താം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെന്നിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മക്കൾ ഉൾപ്പെടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഹീരാബെന്നിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി UN മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്ററിൽ ഇന്ന് ചികിത്സയിലായിരുന്നു ഹീരാബെൻ. പുലർച്ചെ 3:30-ക്കാണ് ഹീരാബെന്നിന്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഔദ്യോഗിക പരിപാടികൾ ഒന്നും പ്രധാനമന്ത്രി റദ്ദാക്കിയിട്ടില്ല എന്ന വിവരവും വരുന്നു. അദ്ദേഹം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്കാര ചടങ്ങുകളിലും അതൊരു മാതൃകയാക്കാനുള്ള ശ്രമം നടക്കുന്നു. തന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായാണ് മാതാവിനെ എപ്പോഴും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ന് മരണവിവരം ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രി പുറത്തുവിട്ടിരുന്നു. മഹത്തായൊരു നൂറ്റാണ്ട് ഇനി ദൈവത്തിന്റെ പാദങ്ങളിൽ കുടികൊള്ളും എന്നാണ് അമ്മയുടെ ഫോട്ടോയ്ക്കൊപ്പം അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. हर मुश्किल से निकलने का एक ही तरीका था, मेहनत, दिन रात मेहनत। अनिल जी, 2014 के बाद 8 साल हो गए हैं। भ्रष्टाचार का कोई भी मामला मोदी सरकार पे अभी तक नहीं आया है। ईमानदारी और स्वाभिमान, चाहे आत्मनिर्भर भारत की हम बात करें या दुनिया में जिस तरह से भारत अपने रसूख को दिखाता है उसकी बात करें, तो ये प्रधानमंत्री की हर बातों में, हर वक्तव्य में ये परिलक्षित भी होता आया है। साथ ही मेहनत, दिन रात मेहनत, वो भी हम प्रधानमंत्री की मेहनत को अगर हम देखें तो आज वो बंगाल में होते हैं, कल केरल में होते हैं, परसों वो महाराष्ट्र में होते हैं। शायद ही ऐसा कभी दिन रहा हो कि आपको 2-3 दिन लगातार ऐसे मिले हों जब प्रधानमंत्री आपको सक्रिय ना दिखाई दें। तो इसे आप किस तरह से देखेंगे, ईमानदारी, स्वाभिमान, मेहनत? प्रधानमंत्री जी खुद कहते रहे हैं कि परिश्रम का कोई विकल्प नहीं है और सफलता का कोई शॉर्टकट नहीं होता है। तो अपनी माँ से उन्हें ये परिश्रम की जो प्रेरणा मिली है। ठीक है अनिल जी, इस बात को हम जारी रखेंगे। को समर्पित इस वक्त किया जा रहा है प्रधानमंत्री नरेंद्र मोदी और उनके भाई। आप देख सकते हैं ये सीधे दृश्य, पार्थिव शरीर को अग्नि को समर्पित किया जा रहा है। और हिंदू सनातन परंपरा, हिंदू रीति रिवाजों में मनुष्य अपने अंतिम वक्त पर, जो कहा जाता है कि पंच महाभूतों से ये शरीर बना हुआ है, और अपने अंतिम वक्त पर मनुष्य उन्हीं पंच महाभूतों में समा जाता है। ये वो दृश्य हम आपको दिखा रहे हैं जब पार्थिव शरीर को अग्नि को समर्पित किया जा रहा है। प्रधानमंत्री नरेंद्र मोदी और उनके भाई जो वहाँ पर मौजूद हैं, उनकी ओर से मुखाग्नि दी गई है। और अब ये
चिता को आग दे दी गई है। हिंदू सनातन परंपरा के अनुसार पंच महाभूतों से बना हुआ ये शरीर अंत में उन्हीं पंच महाभूतों में समा जाता है। ये दृश्य आप देख रहे हैं, वो हीराबेन जिनकी तस्वीरें जब से प्रधानमंत्री नरेंद्र मोदी देश के प्रधानमंत्री बने हैं, उनकी तस्वीरें, उनके दृश्य लगातार देश और दुनिया के सामने आते रहे हैं। कई तरह से वो दृश्य आए। 100 साल की उनकी जिंदगी, हाल ही में उन्होंने अपना 100वां जन्मदिन मनाया, लेकिन अपने अंतिम पल तक वो सक्रिय रहीं। चाहे कोविड की वैक्सीन लगवाने की बात हो या हाल ही में संपन्न हुए गुजरात विधानसभा चुनावों में पोलिंग बूथ पर जाकर वोटिंग करने की बात रही हो, या नोटबंदी के दौरान हमने देखा था कि वो खुद लाइन में लगी हुई थी आम जनता के साथ। सक्रिय हीराबेन की जीवन यात्रा अब अग्नि को समर्पित हो गई है। पंच महाभूतों से बना हुआ ये शरीर अग्नि को समर्पित हो गया है और ये शरीर उन्हीं पंच महाभूतों में समा जाएगा। आप देख सकते हैं, हिंदू सनातन रीति रिवाज के अनुसार अंतिम संस्कार की जो प्रक्रिया है, उस प्रक्रिया को इस वक्त मूर्त रूप दिया जा रहा है। हीराबेन के बेटों के द्वारा मुखाग्नि दी गई है। प्रधानमंत्री नरेंद्र मोदी, उन्होंने भी मुखाग्नि दी। और एक माँ के लिए इससे सफल यात्रा क्या हो सकती है कि अभाव में, गरीबी में बीती हुई जिंदगी, और उन्होंने अपने बच्चों को ऐसे संस्कार दिए, ऐसी शिक्षा दी कि आज एक पुत्र भारत के सर्वोच्च पद पर आसीन है। और न सिर्फ भारत के सर्वोच्च पद पर आसीन है, बल्कि उसका नाम आज देश और दुनिया के शीर्ष नेताओं में लिया जाता है, शीर्ष ताकतवर नेताओं में लिया जाता है, शीर्ष विख्यात नेताओं में लिया जाता है। ये एक सफल जीवन है, जो जीवन इस लोक में खत्म हो गया। पार्थिव शरीर अग्नि को समर्पित किया जा रहा है। पंच महाभूतों से बना हुआ ये शरीर फिर पंच महाभूतों में समा जाएगा। और हिंदू माइथोलॉजी के अनुसार आत्मा अमर रहती है, अजर रहती है, शरीर खत्म हो जाता है और पंच महाभूतों से बना हुआ ये शरीर यहाँ अग्नि को समर्पित कर दिया गया है और वापस ये शरीर पंच महाभूतों में समा जाएगा। लेकिन आत्मा अमर है, अजर है, और वो आत्मा, उसकी सीख आज भी प्रधानमंत्री नरेंद्र मोदी के रूप में इस देश में मौजूद है। और लगातार वो जिंदगी जिसने अपने जीवन का एक बड़ा हिस्सा संघर्षों में जिया, अभाव में जिया, गरीबी में जिया, लेकिन ईमानदारी के साथ जिया, स्वाभिमान के साथ जिया, मेहनत के साथ जिया, वो सीख जो उन्होंने अपने परिवार को दी, अपने परिवार के सदस्यों को दी। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ചടങ്ങുകൾ തടസ്സമില്ലാതെ നടക്കും എന്ന വിവരങ്ങളും വരുന്നു. കെ പി അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം, ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകൾ തുടരുന്നു. ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിന് കാർ അപകടത്തിൽ ഗുരുതര പരിക്ക്. ഡൽഹിയിൽ നിന്ന് റൂർക്കിയിലേക്കുള്ള യാത്രയ്ക്കിടെ നർസാനിൽ ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ പന്തിനെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചേക്കും. സരുണേ ജോസ് ഉണ്ട് വിവരങ്ങളുമായി. സരുൺ, എങ്ങനെ ഈ അപകടമുണ്ടായി എന്നാണ് അറിയുന്നത്? ഋഷഭ് പന്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രേണുക, ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് റൂർക്കിയിലേക്കുള്ള വസതിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഗുരുതരമായ അപകടമുണ്ടായത്. ഋഷഭ് പന്ത് സഞ്ചരിച്ചിരുന്ന വാഹനം ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാറിന് പൂർണ്ണമായും തീ പിടിച്ചു. ഈ കാറിൽ നിന്ന് ഋഷഭ് പന്ത് അതിൻ്റെ കാറിൻ്റെ ജനൽ പൊട്ടിച്ചാണ് പുറത്തേക്ക് രക്ഷപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഋഷഭ് പന്തായിരുന്നു ഈ സമയത്ത് കാർ ഡ്രൈവ് ചെയ്തിരുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇത് കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ ആംബുലൻസിൽ വിവരം അറിയിച്ച് അദ്ദേഹത്തെ തൊട്ടടുത്ത സാക്ഷാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ ഈ റൂർക്കിയിലെ മാക്സ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാക്കിയേക്കും. കാൽമുട്ടിനും അതുപോലെ തന്നെ തലയ്ക്കും അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കാർ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന്. കാർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. മെഴ്സിഡസ് കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഡൽഹിയിലൊക്കെ ഈ തണുപ്പുകാലമായതിനാൽ ഈ കനത്ത ഈ മൂടൽമഞ്ഞായതിനാൽ ഈ വാഹനത്തിന് ദൃശ്യപരിധി ലഭ്യമായിരുന്നില്ല. അതിനാൽ തന്നെയും അതാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും അദ്ദേഹത്തിന്റെ ആരൊക്കെ വാഹനത്തിലുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ? ഋഷഭ് പന്ത് തനിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം മാത്രമേ വാഹനത്തിലുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ട്. മറ്റാരും വാഹനത്തിലുണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ നർസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ കാറിന് നിയന്ത്രണം നഷ്ടമാവുകയും അതുപോലെ തന്നെ ഡിവൈഡറിൽ ചെന്നിടിക്കുകയുമായിരുന്നു. ഈ അപകടം നടന്ന ഉടൻ തന്നെ കാറിന് തീപിടിക്കുകയും കാർ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ശരി, സരുണേ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിന്റെ ബഫർ സോണിൽ കേരളത്തിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നതായി ആക്ഷേപം. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ ഭാഗങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ 300ഓളം കുടുംബങ്ങളും 500ഓളം പേരുടെ ഭൂമിയും പരിസ്ഥിതി ലോല മേഖലയിൽ ആണെന്ന ഭീഷണിയുണ്ടായി. മനു ഭരത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മനു, ബഫർ സോൺ സംബന്ധിച്ച് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളും പരാതികളും ഉയരുന്ന സാഹചര്യമാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ആ സമയത്താണ് ഇത്തരം ഒരു ആശങ്ക കൂടി എത്തുന്നത്. എങ്ങനെയാണ് കേരളത്തിന്റെ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെട്ടത്? എന്തെങ്കിലും ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ? കർണാടകത്തിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗികമായ വിശദീകരണം അങ്ങനെ ബഫർ സോൺ രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, അത് നടത്തിയിട്ടില്ലെന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ പ്രദേശത്ത് അടയാളപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. മാത്രമല്ല 2 വാർഡുകളെ ഇത് ബാധിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ മാക്കൂട്ടം ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ പരിസരത്താണ് ഇത്തരം അടയാളപ്പെടുത്തലുകൾ നടക്കുന്നത്. 2017 പുറത്തിറങ്ങിയ ഈ സങ്കേതത്തിന്റെ ഭൂപടത്തിൽ കേരളത്തിന്റെ കൊട്ടിയൂരും നിക്ഷിപ്ത വനവും കർണാടക വനാതിർത്തിയിലുള്ള കേരളത്തിൽപ്പെടുന്ന സ്വകാര്യ ഭൂമിയുമാണെന്നൊക്കെ കാണിച്ചതായി നേരത്തെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പൊ അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ വേണം ഇത് കാണാൻ. ഏതായാലും ഈ റീബിൽഡ് കേരളം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നവീകരണങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ഈ അയ്യൻകുന്ന് പഞ്ചായത്ത്. KSTP റോഡ്, അതുപോലെ അവിടെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പവർ ഹൗസ്, ബാരാപ്പോൾ പവർ ഹൗസ്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് ബഫർ സോണിന്റെ ഉള്ളിൽ വരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഏതായാലും ഈ പരിസരത്തായി 300 കുടുംബങ്ങളും 500ഓളം പേരുടെ ഭൂമിയുണ്ട്. ശരി, എന്തായാലും കൂടുതൽ വിശദീകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മനു ഭരത്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്ന് UDF യോഗം നടക്കാനിരിക്കുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന UDF ഏകോപന സമിതി യോഗത്തിന് മുന്നോടിയായി ഇപ്പോൾ UDF കൺവീനർ MM ഹസൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് സ്പൈസസ് ബോർഡ് നടപ്പിലാക്കാൻ പോകും. അത് കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ, കേരളത്തിലെ കർഷകരെയാണ് ബാധിക്കുന്നത്. ഏലം, കുരുമുളക്, അതുപോലുള്ള വാണിജ്യ വിളകൾ, അതിൻ്റെ എല്ലാം
വിലത്തകർച്ച കൊണ്ട് കൃഷിക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ മോഡി ഗവൺമെന്റ് അതിനൊക്കെ എതിരായിട്ട് നടപടിയെടുക്കുന്നു. കേരള ഗവൺമെന്റ് ആണെങ്കിൽ അതിലൊന്നും പ്രതിഷേധിക്കുന്നുമില്ല. അത്തരം കാര്യങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ. പിന്നെ പിൻവാതിൽ നിയമനം നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. പക്ഷെ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണം. തിരുവനന്തപുരത്ത് 50 ദിവസമായി കോർപ്പറേഷന്റെ മുമ്പിൽ നടക്കുന്ന സമരം, ആ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പിൻവാതിൽ സമരം എങ്ങനെ തുടരണം, അത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും. തീർച്ചയായിട്ടും ജയരാജ വിഷയം പറയാതിരിക്കാൻ പറ്റൂ. കാരണം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ അഴിമതിയെക്കുറിച്ചാണ്, അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടായ ആരോപണമാണ്. അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം ക്ഷണിക്കാൻ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹമില്ല. ഉമ്മൻചാണ്ടി ഈ ചികിത്സാർത്ഥം ബാംഗ്ലൂരിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അറിയിച്ചിട്ടുണ്ട്. ആര്? അല്ല, അതുകൊണ്ട് നേരത്തെ അറിയിച്ചിട്ട് പോയതാ. അദ്ദേഹം ഗുജറാത്തിൽ പോയതാ. അറിയിച്ചു. എന്നെ ഇന്നലെ വിളിച്ച് പ്രത്യേകം അറിയിച്ചു. നിങ്ങളോടും യോഗത്തിലും പറയണമെന്നും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുത്വ നിലപാടുമായി ബന്ധപ്പെട്ട് അല്ല, അതൊക്കെ ഈ ഇത് കഴിഞ്ഞിട്ട് പറയാം. അല്ല, അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? ഒരു ആശയക്കുഴപ്പവും ഞങ്ങൾക്കില്ല. ആശയക്കുഴപ്പം ഉണ്ടാക്കാനും പിന്നെ ഇത് മാക്സിമം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനും മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയന്റെ പിന്നെ എന്താണ് പഴയ പ്രചരണം തന്നെ അവർ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ വളരെ എം ഹസൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. ആ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ഇ പി ജയരാജൻ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയ്ക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് ചെന്നിത്തലയ്ക്ക് നേരത്തെ പരാതി വാർത്തയുണ്ടായിരുന്നു. ഇതിന്റെ അതൃപ്തിയാണ് വിട്ടുനിൽക്കാൻ കാരണമെന്നും വാർത്തയുണ്ട്. UDF ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ News 18 യൂട്യൂബ് ചാനലിൽ കാണാം.